അയ്യപ്പന്റെ പൂങ്കാവനം പാട്ടിന്റെ പൊന്നമ്പലം കൂടിയാണ്. ജയവിജയന്മാരും യേശുദാസും അടക്കമുള്ളവരുടെ സ്വരമാധുരിയിൽ ഈ പൂങ്കാവനം പാട്ടിന്റെ പാലാഴിയായി മാറും. അയ്യപ്പൻ ഉണരുന്നതും ഉറങ്ങുന്നതുമെല്ലാം ഗാനഗന്ധർവൻ യേശുദാസിന്റെ മധുര ശബ്ദം കേട്ടാണ്. പൊന്നമ്പലം നട തുറക്കുമ്പോൾ ഉണർത്തുന്ന വന്ദേ വിഘ്നേശ്വരം എന്ന ഗാനവും, വൈകുന്നേരം നട തുറക്കുമ്പോൾ ശ്രീകോവിൽ നട തുറന്നു എന്നതും, നട അടയ്ക്കുമ്പോൾ ഹരിവരാസം എന്ന ഗാനവുമാണ്. ഇങ്ങനെ എത്രയെത്ര ഭക്തിസാന്ദ്രമായ ഗാനങ്ങൾ. മലയാളത്തിലെ എക്കാലത്തെയും പ്രശസ്തമായ അയ്യപ്പ ഭക്തി ഗാനങ്ങളിലൂടെ ഹൃദയം ദേവാലയം നടത്തുന്ന ഒരു പ്രദക്ഷിണമാണ് ഇന്നത്തെ അധ്യായം. തമിഴിന്റെ ചുവട് പിടിച്ചാണ് മലയാളത്തിലും അയ്യപ്പ ഭക്തി ഗാനങ്ങൾ പിറവിയെടുത്തത്. തമിഴിൽ വീരമണിയും ടി.എൻ. സൗന്ദരരാജും എം.എസ്. വിശ്വനാഥനും ശീർക്കാഴി ഗോവിന്ദരാജനും, മലയാളത്തിൽ ജയവിജയന്മാരും യേശുദാസും ജയചന്ദ്രനും എം.ജി. ശ്രീകുമാറും അടക്കമുള്ളവർ അയ്യപ്പ ഭക്തി ഗാന ശാഖയുടെ വളർച്ചയ്ക്ക് ശക്തി പകർന്നു. ഇവരുടെ സംഗീതത്തിലും ആലാപനത്തിലുമായി എത്രയെത്ര മനോഹര ഗാനങ്ങൾ പിറവിയെടുത്തു. ഇത്തരത്തിൽ ഹൃദയത്തിൽ സ്പർശിച്ച ഭക്തി ഭാവ സമ്പുഷ്ടമായ എത്രയെത്ര വരികൾ. ഗാനഗന്ധർവൻ യേശുദാസിന്റെ നേതൃത്വത്തിലുള്ള തരംഗിണി ഓഡിയോ കമ്പനി 30-ലധികം വാല്യങ്ങളിലായി അയ്യപ്പ ഭക്തി ഗാനങ്ങൾ പുറത്തിറക്കുകയും ചെയ്തു. കൂടാതെ രവീന്ദ്രൻ മാസ്റ്ററുടെയും വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിലൂടെയും പിറന്ന ഒട്ടനവധി ഗാനങ്ങൾ ഗന്ധർവ ശബ്ദത്തിൽ ശബരീശനെ തൊട്ടുണർത്തി കടന്നുപോകുന്നു. അയ്യപ്പ ഭക്തി ഗാനങ്ങളിൽ എക്കാലവും ഒന്നാമതാണ് ഹരിവരാസനം എന്ന ഗാനം. ഭഗവാന്റെ ഉറക്കുപാട്ടായാണ് ഇന്ന് ഹരിവരാസനമെങ്കിലും ഒരു കാലത്ത് മലയാളക്കരയെ ഭക്തിയുടെ ഉണർവിലേക്ക് ആനയിച്ച ഗാനവും കീർത്തനവും കൂടിയാണിത്. മധ്യമാവധി രാഗത്തിൽ ദേവരാജൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ ആ കീർത്തനത്തിന് മാറ്റുകൂട്ടിയത് യേശുദാസിന്റെ ഭാവഗംഭീരമായ ആലാപനമാണ്. പി. സുബ്രഹ്മണ്യം നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച സ്വാമി അയ്യപ്പൻ സിനിമയിലൂടെ ഹരിവരാസനം എന്ന കീർത്തനത്തിന്റെ പ്രശസ്തി വർദ്ധിച്ചു. ഹരിവരാസനം ഉൾപ്പെടുത്തിയ സ്വാമി അയ്യപ്പൻ സിനിമയും അക്കാലത്തെ ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു. സ്വാമി അയ്യപ്പൻ സിനിമയുടെ തിരക്കഥ എഴുതുവാൻ നിയോഗം കൈവന്നത് കവിയും ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പിക്കായിരുന്നു. അയ്യപ്പസ്വാമി തന്നെയാണ് ആ ദൗത്യം ഏൽപ്പിച്ചതെന്ന് ശ്രീകുമാരൻ തമ്പി വിശ്വസിക്കുന്നു. കാരണം ജഗതി N.K. ആചാരി, T.N. ഗോപിനാഥൻ നായർ, നാഗവള്ളി R.S. കുറുപ്പ് എന്നിവരിൽ ആരെയെങ്കിലും കൊണ്ട് തിരക്കഥ എഴുതിക്കാനായിരുന്നു നിർമ്മാതാവ് മേരിലാൻഡ് സുബ്രഹ്മണ്യം സ്വാമിയുടെ തീരുമാനം. ഇവരുടെ മാത്രം പേരെഴുതി ശബരിമല സന്നിധാനത്ത് മേൽശാന്തിയെ കൊണ്ട് നറുക്കെടുപ്പിക്കുന്നതിനായി നൽകി. നറുക്കെടുപ്പിന് തൊട്ടുമുമ്പ് സുബ്രഹ്മണ്യം സ്വാമി നമ്മ തമ്പി പേര് കൂടി എഴുതിപ്പോട് എന്ന് പറഞ്ഞു. തമ്പിയെന്നുദ്ദേശിച്ചത് ശ്രീകുമാരൻ തമ്പിയെ തന്നെയായിരുന്നു. കുറിയെടുത്തപ്പോൾ നറുക്ക് വീണതാകട്ടെ ശ്രീകുമാരൻ തമ്പിക്കും. തമ്പിയുടെ പേര് പെട്ടെന്ന് തോന്നാനുള്ള കാരണത്തെക്കുറിച്ച് സ്വാമി പിന്നീട് മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല. പ്രസരണത്തിന് സ്വാമി അയ്യപ്പൻ നിർവഹിച്ച പ്രാധാന്യം കണക്കിലെടുത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സിനിമയ്ക്ക് പ്രത്യേക പുരസ്കാരം നൽകുകയുണ്ടായി. ആ ചടങ്ങിലാണ് ഹരിവരാസനം യേശുദാസിന്റെ ശബ്ദത്തിൽ അയ്യപ്പന്റെ ഉറക്കുപാട്ടായി ഉപയോഗിക്കുമെന്ന് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്നത്. തുടർന്ന് മലയാളത്തിൽ അയ്യപ്പ ഭക്തി ഗാനങ്ങളുടെ സംഗീതമഴ തന്നെ സൃഷ്ടിക്കപ്പെട്ടു. അയ്യപ്പ ഗാനങ്ങളുടെ സംഗീത ആൽബങ്ങൾ വരുന്നതിനു മുമ്പ് യേശുദാസിന്റെ പിതാവ് അഗസ്റ്റിൻ ജോസഫ് പാടിയ ഗാനമാണ് മലയാള സിനിമയിൽ രണ്ടാമതായി ഇടം പിടിക്കുന്ന അയ്യപ്പ ഗാനം. 1962 പുറത്തിറങ്ങിയ പാവപ്പെട്ടവൾ എന്ന സിനിമയിൽ പി. ലീല, ബി. വസന്തകുമാരി, ലതാ രാജു, ബി. സാവിത്രി എന്നിവർ ചേർന്ന് ആലപിച്ച ശരണമയ്യപ്പ എന്ന ഗാനം ഒരു സ്ത്രീപക്ഷ ഗാനമായിരുന്നു. 1975 പുറത്തിറങ്ങിയ സ്വാമി അയ്യപ്പനിൽ അമ്പിളി ആലപിച്ച തേടിവരും കണ്ണുകളിൽ എന്ന ഗാനമാണ് പിന്നീട് സ്ത്രീ ശബ്ദത്തിലുള്ള അയ്യപ്പ ഭക്തി ഗാനങ്ങളിൽ ഏറ്റവും ജനപ്രിയമാവുന്നത്.
1972 PN മേനോന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചെമ്പരത്തി എന്ന സിനിമയിൽ വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ യേശുദാസ് ആലപിച്ച ശരണമയ്യപ്പ എന്ന ഗാനം മലയാളിക്ക് മറക്കാൻ സാധിക്കില്ല. മലയാളത്തിലെ എക്കാലത്തെയും ജനപ്രിയ ശരണകീർത്തനങ്ങൾ എഴുതിയ കവിയാണ് TK ഭദ്രൻ. മലയാള ഭക്തിഗാന ചരിത്രത്തിൽ ഏറ്റവുമധികം വിറ്റുപോയ കീർത്തനങ്ങൾ രചിച്ചത് ഭദ്രനാണ്. ഇവയെല്ലാം ഇന്നും ഭക്തമനസ്സുകളിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നു. 400-ലധികം ഭക്തിഗാനങ്ങൾ എഴുതിയ RK ദാമോദരനാണ് എണ്ണം കൊണ്ട് ഏറ്റവും മുന്നിൽ. തൊട്ടടുത്ത് 350-ൽ പരം ഗാനങ്ങളുമായി രമേശൻ നായരാണ്. കവിയിലെ കളിയച്ചനായ കുഞ്ഞിരാമൻ നായർ എഴുതിയതാണ് മണ്ഡലമാസ പുലരികൾ പൂക്കും എന്ന അയ്യപ്പ ഭക്തിഗാനം. MK അർജുനന്റെ സംഗീതത്തിൽ P ജയചന്ദ്രനാണ് ഈ ഗാനം ആലപിച്ചത്. ശ്രീ ശബരീശ ദീനദയാള എന്ന ഗാനമാണ് P ജയചന്ദ്രൻ ആദ്യമായി പാടിയ അയ്യപ്പ ഭക്തിഗാനം. ഇത് സംഗീത സംവിധായകൻ ജയവിജയന്മാർ രചിച്ച് സംഗീതം നൽകിയ അയ്യപ്പ ഭക്തിഗാനമാണ്. ജയചന്ദ്രന്റെ ആദ്യത്തെ ഗാനമേള 1967 കൊല്ലം ഫാത്തിമ കോളേജിലായിരുന്നു. അന്നു മുതൽ ഇന്നുവരെ ജയചന്ദ്രന്റെ ഗാനമേളകളിൽ ആദ്യം പാടുന്ന ഗാനവും ഇത് തന്നെയാണ്. കൂടാതെ 1980 ദീപം മകരദീപം എന്ന സിനിമയിൽ ബിച്ചു തിരുമല എഴുതി ജയചന്ദ്രൻ ആലപിച്ച പാട്ടാണ് മണികണ്ഠന് മലമേലൊരു മണിമന്ദിരമുണ്ടേ എന്ന ഗാനം. ആ സിനിമയിൽ ബിച്ചു തിരുമലയുടെ രചനയിൽ ബിച്ചു തിരുമലയും രവീന്ദ്രനും സംഗീതം നൽകി P ജയചന്ദ്രൻ തന്നെ പാടിയ മറ്റൊരു പ്രസിദ്ധമായ ഗാനമാണ് കുളത്തൂർ പുഴയിലെ ബാലകനെ എന്ന പാട്ട്. ഈ ഗാനങ്ങൾ ഇന്നും ആസ്വാദക മനസ്സുകളിൽ ഭക്തിയുടെ തിരകൾ ഉയർത്തും. ശബരിമലയിൽ നട തുറക്കുന്ന സമയം ഉച്ചഭാഷിണിയിലൂടെ കാനനം മുഴുവൻ മുഴുങ്ങുന്ന ആലാപനമാണ് ജയവിജയന്മാരുടേത്. കൈപ്പള്ളി കൃഷ്ണപിള്ളയുടെ രചനയിൽ ശ്രീകോവിൽ നട തുറന്നു എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി രചിച്ച ഗംഗയമരൻ സംഗീതം പകർന്ന് യേശുദാസ് ആലപിച്ച ഭക്തിഗാനമാണ് ഉദിച്ചുയർന്നു മാമലമേലെ എന്നത്. കാടും മലയും കടന്നു വരുന്ന ഭക്തന് അയ്യപ്പൻ കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് വിദ്യാധരന്റെ സംഗീതത്തിൽ യേശുദാസ് ഇങ്ങനെ പാടിയത്. കാട്ടിൽ വന്നു ഞാൻ കൂട്ടുവിളിച്ചു. ഹരി കുടപ്പനക്കുന്നാണ് ഈ ഗാനത്തിന്റെ രചയിതാവ്. ആനന്ദവർമ്മയുടെ സംഗീതത്തിൽ ഉണ്ണികൃഷ്ണൻ ആലപിച്ച ഗാനസമാഹാരമാണ് സുഹൃതമൻ സ്വാമി. ഇതിലെ 2 ഗാനങ്ങൾ ശ്രദ്ധേയമാണ്. കൂടാതെ ആധുനിക അയ്യപ്പ ഭക്തി ശാഖയിൽ വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയ ശബ്ദമാണ് MG ശ്രീകുമാറിൻ്റെത്. അതിൽ തന്നെ രാജീവ് വാലുങ്കൽ രചിച്ച് S കുമാർ സംഗീതം നൽകിയ സ്വാമി അയ്യപ്പൻ എന്ന ഗാനസമാഹാരത്തിൽ പിറന്ന സാമവേദം നാവിലുണർത്തിയ സ്വാമിയെ എടുത്തു പറയേണ്ട ഒരു ഗാനമാണ്. ഓരോ മണ്ഡലകാലവും ആത്മീയതയുടെ കൊടുമുടി ചവിട്ടിക്കയറുമ്പോൾ ഇവയിൽ ഏതെങ്കിലും ഗാനങ്ങൾ ഭക്തരുടെ മനസ്സിലോ നാവിലോ കർണത്തിലോ ശക്തി സ്രോതസ്സായി വർത്തിക്കുന്നുണ്ടാവും.
അയ്യപ്പ കീർത്തനങ്ങളും ഗാനങ്ങളും ഇല്ലാതെ ഒരു മണ്ഡലകാലവും പൂർണ്ണമാവില്ല. ചില വിശ്വാസികൾക്ക് അവ പകർന്നു നൽകുന്നത് ഗൃഹാതുരത്വം നിറയ്ക്കുന്ന കുറെ ഓർമ്മകളാവാം. അടുത്ത മണ്ഡലകാലത്തേക്കുള്ള കാത്തിരിപ്പാവാം. നിങ്ങളുടെ മനസ്സിലും കാണില്ലേ ഇതുപോലെ ഒരുപിടി ഓർമ്മകൾ വിരിയിക്കുന്ന അയ്യപ്പ ഗാനങ്ങൾ? സ്വാമിയേ ശരണമയ്യപ്പ.